ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഞങ്ങളിപ്പോൾ ഉള്ളത് കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിലാണ്. ഇന്നത്തെ വീഡിയോ വളരെ സ്പെഷ്യലായിട്ട് വളരെ സന്തോഷകരമായിട്ടുള്ളൊരു വീഡിയോ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞങ്ങൾ എന്തോ വിമാനത്തിൽ കയറി ഏതോ ഒരു രാജ്യത്തോട്ട് പോകാനുള്ളൊരു പരിപാടിയാണെന്നൊക്കെ ആണ്. നമുക്കത് വഴിയെ കാണേണ്ടെന്നുള്ള സംഭവം. ഏതായാലും നമ്മുടെ എല്ലാവരുടെ ജീവിതത്തിലും ഉണ്ടാവും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും. എന്താ പറയാ, അത്തരത്തിലുള്ള ഒരുപാട് നിമിഷങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന ആളുകൾ ഒരുപാടുണ്ടാവുമല്ലോ. ഞാനതുപോലെ തന്നെ കാത്തിരുന്ന് ഞങ്ങളുടെ ജീവിതത്തിലെ ഒരു സ്വപ്നം ഇന്ന് നിറവേറാണ്. അപ്പൊ അതിന്റെ വീഡിയോ ആണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. അപ്പൊ എല്ലാവർക്കും വീഡിയോയിലോട്ട് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പൊ ഞങ്ങള് വണ്ടി പാർക്ക് ചെയ്തിട്ട് എയർപോർട്ടിലോട്ട് ഇങ്ങനെ കൈയും വീശി, കണ്ട കയ്യില് ലഗേജും കാര്യങ്ങളൊന്നുമില്ല, കൈയും വീശി ഇങ്ങനെ എയർപോർട്ടിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോ തീർച്ചയായിട്ടും ഡിപ്പാർച്ചർ ടെർമിനലിലോട്ട് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്റെ ഉമ്മ വാപ്പ അവരിന്ന് ഉംറ ചെയ്യാനായിട്ട് സൗദിയിലെ മണ്ണിലോട്ട് യാത്ര ചെയ്യാൻ പോവാണ്. അപ്പൊ അതാണ് ഇന്നത്തെ വീഡിയോ. ഏതൊരു മക്കളുടെയും ജീവിതത്തിൽ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു സന്തോഷകരമായിട്ടുള്ള ഒരു നിമിഷം തന്നെയാണ്. അപ്പോ അതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ കാണിക്കാൻ പോകുന്നത്. അവരുടെ വണ്ടി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞങ്ങള് ചാലക്കുടിയിൽ നിന്ന് ഇങ്ങോട്ട് എത്തി. അതുപോലെ തന്നെ ഇന്നലെ വീട്ടില് കുടുംബാംഗങ്ങൾ കൂടി ചേർന്നൊരു ഫംഗ്ഷനൊക്കെ ഇന്നലെ വൈകിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ അതിൽ പോയി പങ്കെടുത്തു. അതിനുശേഷം ഇപ്പോ ഞങ്ങൾ വീട്ടിൽ നിന്നും അവരെ യാത്ര അയക്കാൻ വേണ്ടി എയർപോർട്ടിലോട്ട് വന്നിരിക്കുകയാണ്. വേറെ എങ്കിലും മറ്റൊരു വശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ ഉമ്മയുടെ ഏറ്റവും വലിയൊരു ആഗ്രഹങ്ങളിലെ ഒന്നാണ് നിറവേറുന്നതിനോടൊപ്പം തന്നെ വിമാനത്തിൽ കയറാ എന്ന് പറയുന്നത് ഉമ്മാനെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരമായിട്ടുള്ളൊരു കാര്യമാണ്. ഒരുപാട് കാലമായിട്ട് നമ്മളെല്ലാവരും ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യമാണ്. നിങ്ങളിലും ഉണ്ടാവുമല്ലോ ഇത്തരത്തിലുള്ള ആഗ്രഹങ്ങൾ. അപ്പൊ അത് നേരിട്ട് കണ്ടറിയാനും എന്റെ ഉമ്മയുടെ മുഖത്തെ ആ ഒരു സന്തോഷം കാണാനും വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ എയർപോർട്ടിലോട്ട് എത്തിയിരിക്കുകയാണ്. അവരെ യാത്ര അയക്കാൻ വേണ്ടി വന്നിരിക്കുന്നത്. എയർപോർട്ടിലൊക്കെ വരുമ്പോ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് സന്തോഷത്തിന്റെ ഏരിയ, അതുപോലെ തന്നെ ഡിപ്പാർച്ചർ ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സങ്കടത്തിന്റെ ഏരിയ. അത് വേറൊന്നല്ല, അതായത് ഡിപ്പാർച്ചറിൽ ഇപ്പൊ നമ്മള് പണ്ടൊക്കെ വാപ്പാനെ ഗൾഫിലോട്ട് പറഞ്ഞേക്കാൻ വേണ്ടിയിട്ട് കരഞ്ഞു പിടിച്ച് വളരെ വിഷമത്തോടെ വരുന്നൊരു ഏരിയ. താഴത്തെ ഏരിയ എന്ന് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ സന്തോഷകരമായി അവരെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് വരുന്നൊരു ഏരിയ. അപ്പൊ നമ്മളിങ്ങനെ പറയുമായിരുന്നു. അപ്പൊ ഞങ്ങള് സന്തോഷത്തിന്റെ ഏരിയയിലേക്ക് ഇന്ന് പോണത്. ഡിപ്പാർച്ചർ ഏരിയ ഇന്നത്തെ ദിവസം വളരെ സന്തോഷകരമായിട്ടുള്ള ദിവസം തന്നെയാണ്, അല്ലെ? ശരിക്കും അത് ഇപ്പൊ പറയുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഉമ്മാക്കും ഈ വിമാനത്തിന് കയറാ എന്ന് പറയുന്നത് ഒരു വലിയ സ്വപ്നം ആയതുകൊണ്ട് തന്നെ അത് ഇത്തരത്തിലൊരു യാത്ര കൂടി ആവുമ്പോ അത് ശരിക്കും ഒരു ഇരട്ടി മധുരമാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പൊ അത് കാണാൻ വേണ്ടിട്ട് നമ്മള് അത് കാണാൻ കഴിയാന്ന് പറഞ്ഞത് എന്റെ ഒരു വലിയ ഭാഗ്യാണ്. അത് കാണാൻ വേണ്ടി ഞങ്ങൾ പോവാണ്. ഞങ്ങൾ സന്തോഷത്തില് എല്ലാരും പങ്കുചേരാം. അപ്പോ ഫ്രണ്ട്സ്, അവരുടെ വണ്ടി വന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 30 പേര് അടങ്ങിയിട്ടുള്ള ഒരു ഗ്രൂപ്പാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അവരൊരുമിച്ചാണ് പോകുന്നത്, ഗ്രൂപ്പായിട്ടാണല്ലോ പോവാ. അപ്പോ അവരുടെ വണ്ടിയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇതാണ് എന്റെ വാപ്പാ. ഹലോ, എന്താണ് വിശേഷങ്ങള്? ഇന്ന് വണ്ടി കിടന്ന് ഉറങ്ങിയ കുറച്ചേരെങ്കിലും? ഇന്നലെ രാത്രി ഉറങ്ങിയില്ല? ഭയങ്കര ക്ഷീണമുള്ള മുഖത്ത്. ഇങ്ങനെ ഒരു യാത്രയൊക്കെ ചെയ്യാൻ പോകുമ്പോ ആർക്കായാലും ഉറക്കൊന്നും ഉണ്ടാവില്ല തലേ ദിവസങ്ങളില്, അല്ലെ? ആ ഒരു ക്ഷീണവും അതിലേറെ എക്സൈറ്റ്മെന്റും അവിടെ മുഖത്തിന് ഈ കാണാൻ കഴിഞ്ഞു. ഇനി ഇവിടുന്ന് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിലാണ് ഇവരുടെ ബാഗുകളൊക്കെ പാക്ക് ചെയ്ത് വന്നിരിക്കുന്നത്. അപ്പോൾ ഓരോ ബാഗിന്റെ മുകളിലും ഓരോ നമ്പർ ഇട്ടിട്ടാണ് നമുക്ക് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുന്നത്. അപ്പൊ ഇനി ഇതെല്ലാം ട്രോളിയിൽ വെച്ചിട്ട് അകത്തോട്ട് പോകാനാണ് പോകുന്നത്. ഏറ്റവും വലിയ സന്തോഷം പറഞ്ഞാല് മഴ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു വലിയ ലോങ് യാത്ര കൂടാതെ പ്ലെയിനിൽ കയറാനുള്ളൊരു സ്വപ്നം. ഏറ്റവും വലിയ ഇതിനേക്കാളുമായ കരുതെങ്കിൽ ഞങ്ങൾ ഒരുപാട് കാലമായി പോവാ ചെയ്യുന്ന ഞങ്ങള് ഉംറയ്ക്ക് പോകാൻ പറഞ്ഞാൽ അത് അതിന്റെ ഏറ്റവും വലിയ സന്തോഷം. അള്ളാഹു തആല പൂർണ്ണമായും ഞങ്ങൾക്ക് അള്ളാഹു നിശ്ചയിച്ച പ്രകാരമുള്ള വിഭാഗത്തുകൾ ചെയ്ത് പൂർണ്ണമായ സന്തോഷത്തോടെ തിരിച്ചു പോകാൻ
എല്ലാവരും ചോദിച്ചു ഉമ്മക്ക് എന്താ പറയാനുള്ളത്? എന്തേലും ഒരു രണ്ട് വാക്ക് എന്നോട് പറ. പറഞ്ഞില്ലേ സന്തോഷമായിട്ട് കൊറേ നാളായി ഉമ്രയ്ക്ക് പോകാം. അതുപോലെ തന്നെ വിമാനത്തിൽ കയറി ഉമ്രയ്ക്ക് പോകുന്നു എന്ന് പറയുമ്പോ അത് രണ്ട് കാര്യമാണ്. ഒരു ഇരട്ടി മധുരം പോലെ അല്ലെ? വളരെ സന്തോഷകരമായ നിമിഷം. ഉമ്മയുടെ സന്തോഷം കൊണ്ട് ഉമ്മയുടെ മുഖത്ത് സന്തോഷമല്ല വരുന്നത് ശരിക്കും വരണമെങ്കിൽ സങ്കടം കൂടി വന്നുകൊണ്ട് സന്തോഷം കാണിക്കണം. ഏതായാലും പടച്ചോനെ അനുഗ്രഹിക്കട്ടെ. പോയിട്ട് ദുആ ചെയ്യാം. പുറത്ത് ആ പാർക്കിങ്ങിന്റെ ഏരിയയിൽ കുറച്ച് തിരക്കുള്ളതാണ്. ഇല്ല, അവരോടും ചോദിക്കണ്ട. ചിലപ്പോ എല്ലാവർക്കും വീഡിയോ എടുക്കുന്ന താല്പര്യം ഉണ്ടാവില്ല. എന്നിട്ടില്ല താല്പര്യം ഉണ്ടോ വീഡിയോ എടുക്കാനുള്ള? വീഡിയോയിൽ വരാനായിട്ട് ഉമ്മാക്കും വാപ്പാക്കും പണ്ടേ ഭയങ്കര വിഷമായിരുന്നു. അതായിരുന്നു ഇത്രയും കാലമായിട്ട് അവരെ വീഡിയോയിലൊന്നും കൊണ്ടുവരാതിരുന്നു. പക്ഷെ ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയൊരു ഒരു സന്തോഷകരമായ നിമിഷവും ഈ ഒരു നിമിഷത്തിലൂടെ നമുക്ക് ഉമ്മാനും വാപ്പാനും വീഡിയോയിൽ കാണിക്കാൻ പറ്റാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും വലിയൊരു സന്തോഷമായിട്ട് മാറാം. തുടക്കം ഇങ്ങനെ ആവട്ടെ. അതെ, തുടക്കം ഇങ്ങനെ ആവട്ടെ. ഇനി ഇവര് പോയി വന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ എന്താ പറയാ ചെറിയ ചെറിയ വീഡിയോസ് ഒക്കെ ചെയ്യാൻ നമുക്ക് അവസരങ്ങൾ ഉണ്ടാവട്ടെ ഇൻഷാ അല്ലാഹ്. നമ്മളുടെ പോകുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഡോക്യുമെന്റ്സ് ക്ലിയറൻസിന് വേണ്ടിയിട്ട് പാസ്പോർട്ടും മറ്റു രേഖകളെല്ലാം ഓപ്പറേഷൻ കൺട്രോളറും അല്ലെങ്കിൽ ഈ ഉസ്താവന്മാരുടെ കയ്യിലായിരുന്നു. അപ്പോൾ ഇനി അതെല്ലാം നമുക്ക് ഓരോരുത്തർക്കായിട്ട് അവരവരുടെ കൈവശം തന്നെ വെക്കുന്നതിന് വേണ്ടി തിരിച്ചു നൽകുന്നൊരു സംഭവം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വാപ്പാടും ഉമ്മാടതും വാപ്പ സ്വീകരിച്ച് എല്ലാ കാര്യങ്ങളും ക്ലിയർ ആയിട്ടുണ്ട് ഇൻഷാ അല്ലാഹ്. ഇപ്പോൾ വളരെ ചെറിയ സമയത്തിനുള്ളിൽ തന്നെ അവർ എയർപോർട്ടിൻ്റെ ഉള്ളിലോട്ട് എൻട്രി ചെയ്യുന്നതായിരിക്കും. വാപ്പ എല്ലാ കാര്യങ്ങളും ഇതുപോലെ ഉമ്മാനെ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. എല്ലാം ശ്രദ്ധിക്കണം, പാസ്പോർട്ട് ശ്രദ്ധിക്കണം, ഇതിലുള്ള പേപ്പേഴ്സ് ഒക്കെ സൂക്ഷിക്കണം എന്നൊക്കെയാണ് പറഞ്ഞ് മനസ്സിലാക്കുന്നത്. അപ്പൊ അവര് യാത്ര ആരംഭിക്കുകയാണ്. പാസ്പോർട്ടും സംഭവങ്ങളൊക്കെ മേടിച്ചു യാത്ര ആരംഭിക്കുകയാണ്. ഇനിയിപ്പോ അവിടുന്ന് അങ്ങോട്ട് നമുക്ക് കയറാൻ പറ്റില്ലല്ലോ. ഇപ്പൊ ഇവിടുന്ന് യാത്ര പറഞ്ഞിട്ട് നമുക്ക് പോവാം. ഇന്ന് ഈ ഒരു ഡിപ്പാർച്ചർ ഏരിയ ഇന്ന് വരെ തരാത്ത ഒരു സന്തോഷം തന്നുകൊണ്ടാണ് ഞങ്ങളെ തിരിച്ച് പറഞ്ഞയക്കുന്നത്. വാപ്പയും ഉമ്മയും ഉംറ യാത്രയ്ക്കായിട്ട് എൻട്രി ചെയ്യാൻ വേണ്ടി പോവാണ് എയർപോർട്ടിലോട്ട്. അൽഹംദുലില്ലാ അങ്ങനെ ഉമ്മയും വാപ്പയും എയർപോർട്ടിൻ്റെ ഉള്ളിലോട്ട് എൻട്രി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഉമ്മയുടെ എൻട്രി കിട്ടി. ഉമ്മ അങ്ങോട്ട് കടന്ന് പിന്നെ വാപ്പാടതായിരുന്നു. വാപ്പാടെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ചെറിയൊരു വിഷമം ഞങ്ങൾക്ക് ഫീൽ ചെയ്യും മീൻസ് നേരിടേണ്ടി വന്നു തന്നെ പറയാം. കാരണം അവിടെ ആ ഒരു എൻട്രി പാസിൽ പേരിൽ ചെറിയൊരു മിസ്മാച്ച് വന്നു എന്നാണ് വാപ്പാനെ പിന്നീട് ഞാൻ വിളിച്ചന്വേഷിച്ചപ്പോൾ പറഞ്ഞത്. പക്ഷെ അത് വലിയ കാര്യമുള്ളതായിരുന്നില്ല. പക്ഷെ ഒന്ന് പേടിക്കേണ്ടി വന്നു. ആ ഒരു സമയത്ത് ആ ഉദ്യോഗസ്ഥൻ വാപ്പാടെ അടുത്ത് ആ പേപ്പർ എൻട്രി പാസ്സാവാം അതൊരു തിരിച്ചു കൊടുത്തിട്ട് അങ്ങോട്ട് മാറി നിൽക്കാനോ അല്ലെങ്കിൽ ക്ലിയർ ചെയ്യാനോ ഒറ്റ പറഞ്ഞ സമയത്ത് ശരിക്കും നെഞ്ചിൻ്റെ ഉള്ളിൽ ഒരു തീ തന്നെ ആയിരുന്നു. എന്ത് ചെയ്യണം, എന്താണ് ആ പറയണതെന്ന് നമുക്ക് മനസ്സിലാവാനും പറ്റുന്നില്ല. അങ്ങനത്തെ ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് വാപ്പ മറ്റൊരു ഉദ്യോഗസ്ഥനായിട്ട് സംസാരിച്ച് കാര്യങ്ങൾ റെഡിയാക്കിയിട്ടാണ് ഉള്ളിലോട്ട് പോയത്. അപ്പം മനസ്സിനൊരു സമാധാനം കിട്ടി. ഒരല്പം സമയം നമ്മളെ നല്ലോണം തിരിച്ചു എന്ന് തന്നെ പറയാം. വല്ലാതെ വിഷമിച്ചു പോയൊരു സന്ദർഭമായിരുന്നു ആ സമയത്ത് ഉണ്ടായത്. കാര്യമുള്ള പ്രശ്നമൊന്നും ഉണ്ടാവില്ല എന്ന് തോന്നിയിരുന്നു മനസ്സിൽ. പക്ഷേ ആ ഒരു സമയത്ത് അത് മതി ശരിക്കും വിഷമിക്കാനായിട്ട്. ഏതായാലും ആ പ്രശ്നം സോൾവ് ആയിട്ട് അവർ മുന്നോട്ട് പോയിട്ടുണ്ട്. ശരിക്കും നമുക്ക് എത്രയൊക്കെ സന്തോഷകരമായ നിമിഷം എന്ന് പറഞ്ഞാലും ശരി, നമ്മളെ ഉമ്മയും വാപ്പോ അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവരൊക്കെ ഇങ്ങനെ ഇങ്ങോട്ട് യാത്ര ചെയ്ത് നമ്മളെ വിട്ടങ്ങോട്ട് നീങ്ങുമ്പോ കണ്ണിന്നറിയാണ്ടൊന്നും അത് എന്താന്നറിയില്ല. എത്രയൊക്കെ സന്തോഷമുള്ള യാത്രക്ക് പോവാണെങ്കിലും അവരൊന്ന് നമ്മളുടെ അടുത്തുനിന്ന് അങ്ങോട്ട് പോവാണ് എന്ന് ആലോചിക്കുമ്പോൾ ചെറിയ വിഷമം വരില്ല. അത്രേ ഉള്ളൂ. സന്തോഷം കൂടിയിട്ടുള്ളൊരു ഒരു വിഷമാണത്. കുഴപ്പമൊന്നും ഇല്ലാണ്ട് തട്ട തിരിച്ച്
അതെ. ബുദ്ധിമുട്ടുകളൊന്നും യാത്രയിലും കാര്യങ്ങൾക്കും ഒന്നും ഉണ്ടാവാതിരിക്കട്ടെ. നമ്മളെന്താണ് ഹൈറാവട്ടെ. നമ്മളെന്താണ് നമ്മൾ ഇൻഷാല്ലാ പോണം. അത് നമ്മുടെ വലിയൊരു ആഗ്രഹമാണ്. എല്ലാവരുടെ ജീവിതത്തിലുള്ള ഒരു ആഗ്രഹം തന്നെയാണ് ഇപ്പോ ഉമ്മാടെ വാപ്പ വഴി ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞത്, സന്തോഷിക്കാൻ പറ്റിയത്. ഇൻഷാല്ലാ പടത്തെ തോഫീക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ദിവസം ഞങ്ങളും ഒരുമിച്ചൊരു യാത്ര മനസ്സിൽ നെയ്യത്തുണ്ട്. അപ്പോ അതും എത്രയും പെട്ടെന്ന് നിറവേറട്ടെ എന്ന് മനസ്സിൽ വീണ്ടും ഉറപ്പിക്കണം അല്ലെ. ഇൻഷാല്ലാ. അബി, അതായത് എന്റെ അനിയൻ, പുള്ളിക്കാരൻ ഇന്നലെ രാവിലെ സുബഹിസ്കാരത്തിന്റെ സമയത്ത് തന്നെ അവരെ അവിടെ ഡ്രോപ്പ് ചെയ്യാനായിട്ട് അങ്ങോട്ട് പോയി. അവരെ ഡ്രോപ്പ് ചെയ്തിട്ട് നേരെ വീട്ടിലോട്ട് തിരിച്ചു. അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടി പറഞ്ഞു ഇനി എയർപോർട്ടിലോട്ട് വരേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞ് മുടക്കിയതാണ്. വേറൊന്നല്ല, ഇത്രയും ദൂരം യാത്ര ചെയ്യേണ്ട കാര്യം അത് ഒഴിവാക്കാമെന്ന് വിചാരിച്ചിട്ട്. ശരിക്കും ഇവരെങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എയർപോർട്ടിൽ ആരും വരേണ്ട കാര്യമില്ല. അവരുടെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നമ്മൾ ഡ്രോപ്പ് ചെയ്യുക, അതുപോലെ തന്നെ പിക്കപ്പ്, അതുപോലെ തന്നെ തിരിച്ചു വന്നിട്ടുണ്ടെങ്കിലും എയർപോർട്ടിൽ വരേണ്ട കാര്യമില്ല. നമ്മൾ ആരും എയർപോർട്ടിൽ വന്ന് പിക്ക് ചെയ്യേണ്ടെന്നാണ് അവര് ഈ ഓപ്പറേറ്റർ പറഞ്ഞേക്കണത്. അപ്പോ അതുപോലെ തന്നെ സ്റ്റാർട്ട് ചെയ്ത സ്ഥലത്ത് തന്നെ അവര് തിരിച്ചെത്തും. അവിടെ പോയിട്ട് നമ്മൾ അവരെ പിക്ക് ചെയ്യേണ്ടത്. അപ്പൊ അതുകൊണ്ടാണ് ഈ വീഡിയോയിൽ അനിയൻ ഉണ്ടാവാതിരുന്നത്. പക്ഷെ എനിക്ക് നല്ലോണം മിസ് ചെയ്യുന്നുണ്ട്. അവനോട് ഉണ്ടായിരുന്നെങ്കിൽ മാത്രമേ ഈ ഒരു വീഡിയോ അല്ലെങ്കിൽ ഈ ഒരു സന്തോഷകരമായ നിമിഷം ഞങ്ങൾക്ക് അത്രയും ഒരു 100% പൂർത്തീകരിക്കാൻ പറ്റുള്ളൂ എന്നാണ് എനിക്ക് ഇപ്പോ തോന്നുന്നൊരു കാര്യം. അപ്പോ ഇൻഷാല്ലാ ഏതായാലും കുഴപ്പമില്ല. നമുക്ക് അടുത്തൊരു വീഡിയോയില് അനിയനോട് ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ അടിപൊളി വീഡിയോസ് ഇനിയും വരുന്നതായിരിക്കും. നമ്മളെ പൂച്ചക്കുട്ടികളായിട്ടുള്ള വീഡിയോസും അതുപോലെ ട്രാവൽ വ്ളോഗും ഫുഡ് വ്ളോഗും എല്ലാം കൂടി ഇനിയും സൂപ്പറായിട്ട് വരുന്നതായിരിക്കും. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം. അപ്പോൾ ബൈ 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 ബൈ. ബൈ ബൈ. ഒരുമിച്ച് പറഞ്ഞോ. ബൈ ബൈ.